ജോസൈക്ലോപീഡിയൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മിക്ക ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു സ്വപ്നമാണ്. എന്തെങ്കിലും ഒരെണ്ണം സ്വന്തമായിട്ട് തുടങ്ങി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ സ്വപ്നം അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ നമുക്ക് തരുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും വലിയൊരു അറിവും ധാരണയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഇന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്താ സ്ഥാപനമാണ് ലോൺ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജിമ്മുമായിട്ട് വളരെ അധികം ഫിറ്റ്നസ്സുമായിട്ട് വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു ജിമ്മ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ ജിമ്മ് തുടങ്ങാനായിട്ട് എന്നെ സഹായിച്ചത് PMEGP എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ലോണാണ്. ആ ലോണിൽ നമുക്ക് സബ്സിഡി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു ലോണാണ്. മറ്റ് ലോണുകളൊന്നും അങ്ങനെ നമുക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടി തരുന്നതായിട്ടില്ല. മുദ്ര ലോണൊക്കെ ബിസിനസ് ലോണാണ്, സ്റ്റാർട്ടപ്പ് ലോണല്ല ഒരിക്കലും. അപ്പോൾ ഇതിന് നമുക്ക് സബ്സിഡി കിട്ടുന്നത് കൊണ്ട് തന്നെ തിരിച്ചടവ് കുറവാണ്. നമുക്കൊരു 2 ലക്ഷം 3 ലക്ഷം രൂപ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി സബ്സിഡി തരുന്നതാണ്. അങ്ങനെ ഒരു പ്രയോജനം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഒരു ലോണിനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ലോൺ എടുക്കേണ്ടത്, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ തീർച്ചയായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലോൺ കിട്ടാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കുമായിട്ട് ബന്ധപ്പെടുക. ബാങ്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഉള്ള അക്കൗണ്ടുള്ള ബാങ്ക് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആണെന്ന് നോക്കുക. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് പെട്ടെന്ന് ലോൺ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളും ബാങ്കുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നിങ്ങൾക്ക് ലോണ് പെട്ടെന്ന് കിട്ടുന്നത്. ബാങ്കുകാരാണ് ഇതിൻ്റെ ലോണ് തരുന്നതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബാങ്കിൽ പോയി സംസാരിക്കുമ്പോൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്ത് ബിസിനസ്സാണോ ആ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. നമുക്ക് എത്ര വരുമാനം വരും, എത്ര ചിലവ് വരും, ഇതിനെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സേവിങ്സ് വരും, നമുക്കിതിലുള്ള പാഷൻ, നമ്മളിതിൽ എത്രമാത്രം ക്വാളിഫൈഡ് ആണ് എന്നുള്ളതെല്ലാം നമ്മൾ ഒരു ബാങ്ക് മാനേജറിനെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് മനസ്സിൽ കരുതി വെച്ച് നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോട് കൂടിയേ മാത്രമേ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ആ ബിസിനസ്സിൻ്റെ ലോൺ എടുക്കാനായിട്ട് ഒരു ബാങ്കിനെ സമീപിക്കാവുള്ളൂ. അവർക്ക് ബാങ്കിനെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ ഒരു ലോൺ നിങ്ങൾക്ക് തരുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ച് ഒരു ബാങ്കിങ് മാനേജറിനെ കാണുക. ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് കാര്യം സംസാരിക്കുക, എനിക്ക് ഇന്നതുപോലെയാണ്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത ഒരാളാണ്. ഞാൻ കാനറ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്ത്. ഞാൻ അവിടെ പോയി അതിൻ്റെ മാനേജറിൻ്റെ അടുത്ത് എൻ്റെ ക്വാളിഫിക്കേഷൻസും എൻ്റെ പ്ലാനും ഞാൻ എവിടെയാണ് തുടങ്ങാൻ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് കണ്ട് ഓക്കെ ആയിട്ടാണ് എനിക്ക് ലോൺ തരാൻ സമ്മതിച്ചത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ബാങ്ക് കൺവിൻസ് ആവുകയാണെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെല്ലേണ്ടത് DIC എന്ന് പറഞ്ഞൊരു ഓഫീസാണ്. ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്റർ എന്നാണ് DICക്ക് പറയുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞാൻ ഇത് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള DIC എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെടുക. അവിടെ പോയി ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ ഒരു ഓഫീസറെ കാണും, അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവരാണ് അവിടെ നിന്നാണ് സബ്സിഡിയും ബാക്കി കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ PMEGP എന്ന് പറയുന്ന ലോണ് DIC വഴിയാണ് നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ബാങ്ക് നമുക്ക് വില്ലിങ് ആയിരിക്കണം ഈ ഒരു ലോണ് തരാനായിട്ട്, പിന്നെ DICൻ്റെ സപ്പോർട്ടും വേണം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വ്യക്തികളുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അവരെ ബന്ധപ്പെടുക. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓരോരോ ലോണിന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് ഓരോ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് അതിൻ്റെ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അടുത്തോ ആരുടെ അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ അടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട്, എത്ര രൂപ ലോണ് വേണം എന്നുള്ള ഡീറ്റെയിൽ എല്ലാം, നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കണം, ഇതെല്ലാം ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ കാണിക്കുക. അതുപോലെ തന്നെ PMEGPൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ PMEGP ലോണിന് അപേക്ഷിക്കുന്നത്.
അപ്പോൾ അതുവഴി നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് ലോണ് ഗ്രാൻഡ് ആകുമ്പോഴത്തേക്കും ബാങ്ക് നിങ്ങളെ ബന്ധപ്പെടും. ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലോട്ട് ഒരിക്കലും തരില്ല, അത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. ഈ PMEGP ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻഡേഴ്സിനായിരിക്കും കൂടുതലും അയക്കുന്നത്. പിന്നെ നമുക്ക് ഈ സ്ഥാപനം നടത്താനായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് തീർച്ചയായിട്ടും ബാങ്ക് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിന് പ്രകാരം നമുക്ക് എന്തെല്ലാം ചിലവുകളുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈവൻ നമുക്ക് റൂഫ് ഇടണം, നമ്മുടെ ഒരു സ്ഥാപനത്തിന് റൂഫില്ല, റൂഫ് നേരെ ചൊവ്വേ ഇടണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈവൻ എന്താ ആയിക്കോട്ടെ, ലേബർ ചാർജ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ലോണിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം, ഇന്ന ഫണ്ട് ഇന്ന. അപ്പോൾ ഇത് നമ്മൾ ആരാണോ നമുക്ക് വർക്ക് ചെയ്യുന്നത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് പേ ചെയ്യുന്നതാണ്. അവർ ഇത് അതിനനുസരിച്ച് എല്ലാം വന്ന് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ PMEGP ലോൺ വർക്കാകുന്നത്. അപ്പോൾ നമുക്ക് ഈ PMEGP ലോൺ കിട്ടിയതിന് ശേഷം ഇതിൻ്റെ സബ്സിഡി കിട്ടാനായിട്ട് കുറച്ച് താമസമുണ്ട്. നമ്മുടെ സബ്സിഡി ഗ്രാൻഡ് ആകുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലം, പിന്നെ നമ്മുടെ കാസ്റ്റ്, ഇതെല്ലാം അനുസരിച്ചിട്ടാണ്. 15 തൊട്ട് ഒരു 25-35% സബ്സിഡി വരെ നമുക്ക് നമ്മൾ എടുക്കുന്ന എമൗണ്ടിൽ നിന്ന് സബ്സിഡി കിട്ടുന്നതാണ്. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ 25% ആണെങ്കിൽ 2-2.5 ലക്ഷം രൂപയോളം നമുക്ക് തിരിച്ചടയ്ക്കേണ്ട, പലിശ അടയ്ക്കേണ്ട. ഈ സബ്സിഡി ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷമാണ്, 7 ലക്ഷത്തിൻ്റെ എമൗണ്ട് ബാക്കിയുള്ളെങ്കിൽ ഈ 7 ലക്ഷത്തിൻ്റെ പലിശയും അതിൻ്റെ മുതലും നമ്മൾ അടച്ചത്. അങ്ങനെ ഒരു വലിയൊരു ഗുണം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലോണ് തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാർ എടുക്കണമെന്ന് പറയുന്നത്. മുദ്ര ലോണിലൊന്നും നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് കിട്ടുമെങ്കിലും നമുക്ക് ഈ ഒരു ഫെസിലിറ്റി, സബ്സിഡി എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാർ ഈ ഒരു PMEGPയിൽ എന്ന് പറഞ്ഞൊരു ലോൺ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സർവീസ് സെക്ടറിൽ 20 ലക്ഷം രൂപയാണ് PMEGP ലോൺ വഴി കിട്ടാൻ ചാൻസ് ഉള്ളത്. പിന്നെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള സെക്ടറുകളിൽ നമുക്ക് കിട്ടുന്നത് 50 ലാക്ക് വരെയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ലാക്ക് വരെ കൊളാറ്റർ ഇല്ലാതെ നമുക്ക് ഈ ഒരു ലോൺ കിട്ടുള്ളൂ. 10 ലാക്ക് വരെ കിട്ടുന്നത് വളരെയധികം മെച്ചമുള്ളൊരു കാര്യം. 10 ലാക്ക് കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 10 ലാക്ക് വരെ നമുക്ക് വേറെ കൊളാറ്ററലൊന്നും ഇല്ലാതെ നമുക്ക് ലോൺ കിട്ടുന്നതാണ്. നമുക്ക് 10 ലാക്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാങ്ക് നിങ്ങൾക്ക് പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിനായിട്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് 5 വർഷത്തേക്കാണോ 7 വർഷത്തേക്കാണോ എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം. അത് നമ്മുടെ റിട്ടേൺ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് അത് എത്രയാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ നിങ്ങൾക്ക് മാറ്റി അടയ്ക്കാൻ പറ്റും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് എത്ര വർഷമാണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോറിനനുസരിച്ചായിരിക്കും ഇൻട്രസ്റ്റ് ഈടാകുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കും മറ്റു കാര്യങ്ങളും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അടവ് വേറെ ലോണ് വല്ലതുകൊണ്ടോ ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് തീരുമാനിക്കുന്നത്. നല്ല സിവിൽ സ്കോറൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതൊക്കെ നിങ്ങളുടെ പാർട്ടാണ്, അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യുക. പിന്നെ ഈ ലോൺ എടുത്ത് നിങ്ങൾ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മറ്റ് ലോണുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ബിസിനസ് കുറച്ചുകൂടി ഒന്ന് വികസിപ്പിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇനിയും പൈസേൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം മുദ്ര ലോണ് പോലെയുള്ള മറ്റുള്ള ലോണുകൾ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളെ കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ലോണുകളൊക്കെ എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം നമ്മൾ വലിയൊരു കടത്തിലായി പോകും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എമൗണ്ട് കറക്റ്റായിട്ട് അടച്ചു പോകുക, എങ്കിലേ നിങ്ങൾക്ക് സബ്സിഡി ക്ലെയിം ആവുകയുള്ളൂ. പിന്നെ ഈ PMEGP ലോൺ കിട്ടാനായിട്ട് നിങ്ങളൊരു എക്സാം പാസ്സാകണം. ഒരു 10 ഡേയ്സിലെ ഒരു എക്സാമാണ്. അത് റെക്കോർഡഡ് വീഡിയോ ആണ്. ആരും പേടിക്കുന്നൊന്നും വേണ്ട. എക്സാം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പറ്റാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുക. ഇത് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് Q&A, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അത് ഓപ്ഷൻസ് തന്നെ അതിലുണ്ടാവും. അത് ജനറൽ ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്സാകാൻ പറ്റും. അത് ഈസി ആയിട്ട് പാസ്സാകും. അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് വന്ന് അതിനു വേണ്ടി എഫർട്ട് എടുത്ത് തുടങ്ങുക. മറ്റാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കാണില്ല, നമ്മൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കാണുള്ളൂ. അപ്പോൾ സ്വന്തം ആവശ്യപ്രകാരം നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് ഇറങ്ങി
ഇതിനു വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും പറ്റും, ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മുടെ നാട്ടിൽ ജോലിയില്ലാത്ത ആൾക്കാർ ഒരുപാടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മടിച്ചിരിക്കാതെ മുന്നോട്ട് വരിക. ഈ ഒരു ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും എല്ലാവർക്കും താങ്ക് യു. പുതിയൊരു വീഡിയോയ്ക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. മറ്റെന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.